പഞ്ചായത്ത് പോകുന്നത് പ്രകൃതി രമണീയമായ ഭൂരിഭാഗവും തോട്ടം മേഖലയും വനമേഖലയുമുള്ള വയനാട് ജില്ലയിലെ പൊഴുതന പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസ്ന സ്റ്റെഫിയുണ്ട്. നമസ്കാരം അനസ് റോസ്ന സ്റ്റെഫി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, തോട്ടം മേഖലയാണ്, ആദിവാസി കുടുംബങ്ങൾ ഒരുപാടുള്ള പഞ്ചായത്താണ്. തോട്ടം മേഖലയും ചെറുകിട പദ്ധതിയും തൊഴിലുറപ്പും ഒക്കെയാണ് പ്രധാന ഉപജീവന മാർഗമായിട്ട് അവർ കരുതുന്നത്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്താനാവുക? സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ജില്ലയിലെ വളരെ ചെറിയൊരു പഞ്ചായത്താണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളി മേഖലയിലും ആദിവാസി ഭാഗത്തുള്ള ജനങ്ങളുമായി സാധാരണക്കാർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നത് തന്നെയാണ്. തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കയറി കിടക്കാൻ മനോഹരമായ ഒരു വീട്, സുരക്ഷിതമായ ഒരു ഭവനം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യം, കുടിവെള്ള സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആ മേഖലകൾ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരുന്നത്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ചുറ്റോടും പുഴയുണ്ട്, ജലനിധി പഞ്ചായത്താണ്. എന്നാലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി നേരിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലേ? അതെ അതെ അതെ. പുഴ തന്നെ പുഴ എന്നൊരു പ്രയോഗത്തിൽ നിന്നാണ് പൊഴുതന ഗ്രാമപഞ്ചായത്തിന് ഈ പേര് ലഭിച്ചത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മുടെ വികസന രേഖകൾ, മുൻവർഷങ്ങളിലെ വികസന രേഖകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പഞ്ചായത്ത് കൂടിയാണ് പൊഴുതന പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഭൂരിപക്ഷ പ്രദേശങ്ങളും കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. ജലനിധി പഞ്ചായത്താണ്. ഏകദേശം 7ഓളം ജലനിധി പദ്ധതികൾ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെറിയ രീതിയിലുള്ള കുടിവെള്ള പദ്ധതികൾ എല്ലാ വർഷവും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പറയുന്ന കുടിവെള്ള ക്ഷാമം എന്നുള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടി നടപ്പിലാക്കി വരുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈൻ കണക്ഷനുകളും കുടിവെള്ള ടാങ്കുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ഭരണസമിതി വിശ്വസിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഭരണസമിതിയുടെ കൂട്ടായ ഒരു പരിശ്രമം ഇതിനു വേണ്ടിയിട്ട് നിലവിലുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ്. 8 സ്കൂളുകളുണ്ട്, 34 അംഗനവാടികളുണ്ട്. സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം, അവർക്ക് വേണ്ട ഫർണിച്ചറുകളടക്കം വിതരണം ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് വിദ്യാലയങ്ങളുള്ള ഒരു പഞ്ചായത്തായിരിക്കും പൊഴുതന പഞ്ചായത്ത് എന്ന് പറയുന്നത്. 8ഓളം ഗവൺമെന്റ് LP സ്കൂളുകൾ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. 8 സ്കൂളുകൾ, അതിൽ 5 LP സ്കൂളുകൾ, ഒരു ഹയർ സെക്കൻഡറി, 2 UP സ്കൂളുകൾ. സ്വാഭാവികമായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ലഭ്യമാകുന്ന നല്ലൊരു ശതമാനം തുക നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ 8 സ്കൂളുകളില് 3 സ്കൂളുകൾ പൂർണ്ണമായും ട്രൈബൽ മേഖലയിലുള്ള സ്കൂളുകളാണ്. ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടെ ഗ്രാമപഞ്ചായത്തിന് വരുന്നുണ്ട്. അതോടൊപ്പം ഈ വർഷം മുതലുള്ള പദ്ധതികളിൽ നമ്മൾ ഒരു സ്കൂള് ഒരു ഗെയിം എന്നൊരു പദ്ധതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ സ്കൂളിനും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ആ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവിടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഗെയിമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൂടെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ആസൂത്രണം ചെയ്തു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. 13 വാർഡുകളാണുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് ദുരന്ത നിവാരണ രംഗത്തുള്ള മുന്നൊരുക്ക പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്? ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊഴുതന ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയത്ത് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്താ പറയാ ഒരുപാട് വലിയ വ്യവസായ സ്ഥാപനം തുടങ്ങിയ
നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. നേരെ മറിച്ച് ഒരുപാട് പുഴകളും നീർച്ചാലുകളും കുന്നും മലയും തുടങ്ങിയിട്ടുള്ള പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. 2018 ഉരുൾപൊട്ടൽ പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളെ വളരെ സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. കുറിച്യർമല പ്രദേശത്തുള്ള കുറിച്യർമല ഗവൺമെന്റ് LP സ്കൂള് പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം, ഒരുപാട് ആളുകളുടെ വീട്, അവരുടെ സ്വത്ത് തുടങ്ങിയത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ നമുക്ക് ആ സന്ദർഭങ്ങളിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒരു 5ഓളം വാർഡുകൾ ഈ കുന്ന് മലനിരകളുടെ ഭാഗത്താണ് ഉള്ളതെങ്കിൽ 5ഓളം വരുന്ന വാർഡുകൾ നിരന്ന പ്രദേശങ്ങളിലാണ്. ഇതിനൊക്കെ ചുറ്റി പുഴകൾ ഒഴുകുന്നു എന്നതുകൊണ്ട് തന്നെ വർഷകാലങ്ങളിൽ മഴവെള്ളം കയറുന്ന ഒരു പ്രശ്നം കൂടി നമുക്ക് ഈ പഞ്ചായത്തിൽ നേരിടുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള പ്രത്യേക മുന്നൊരുക്കങ്ങൾ യഥാകാലങ്ങളിൽ ചെയ്തു പോകേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഹ്യൂം സെന്റർ, വയനാട് ജില്ലയിലെ NGO ആണ് ഹ്യൂം സെന്റർ. ഹ്യൂം സെന്ററിന്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും നബാർഡിന്റെ സഹായത്തോടു കൂടി മുന്നൊരുക്കം എന്ന പേരിൽ നമ്മളൊരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരികയാണ്. വയനാട് ജില്ലയില് മേപ്പാടി പൊഴുതന ഗ്രാമപഞ്ചായത്തുകളിലാണ് മേൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ഉദ്ദേശിക്കുന്നത് വർഷകാലങ്ങളിൽ അവിടെ നിന്നുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടെ പെയ്യുന്ന മഴയുടെ അളവൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു വിവരം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ക്രോഡീകരിക്കുക എന്നത് തന്നെയാണ്. കൃത്യമായ സ്ഥലങ്ങളിൽ മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുകയും ആ മഴവെള്ള സംഭരണി മഴമാപിനികൾ കൃത്യമായി സ്ഥാപിക്കുകയും മഴമാപിനികളിൽ നിന്ന് ആ പ്രദേശത്ത് എത്രത്തോളം മഴ പെയ്യുന്നുണ്ട് അവിടെ നിന്നുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുള്ള ആളുകളെ കൃത്യമായി മാറ്റുന്നതിനും മാറ്റി താമസിപ്പിക്കുന്നതിനും വേണ്ട ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും എന്നതുകൊണ്ട് തന്നെ ജില്ലാതലത്തില് നടത്തി വരുന്ന ഈ ഒരു പ്രോജക്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് സെന്റർ പഞ്ചായത്ത് കൂടിയാണ്. എന്താണ് ഈ ലേണിംഗ് സെന്റർ പഞ്ചായത്ത് എന്ന് അറിയപ്പെടാൻ കാരണം? ലേണിംഗ് സെന്റർ പഞ്ചായത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തില് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ചില ഗ്രാമപഞ്ചായത്തുകളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും കേരളത്തിനകത്തും പുറത്തുമുള്ള ജനപ്രതിനിധികൾക്കും മറ്റംഗങ്ങൾക്കുമൊക്കെ ആ ഗ്രാമപഞ്ചായത്തുകൾ സന്ദർശിക്കുന്നതിനും അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതിനും ഒക്കെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് ലേണിംഗ് സെന്റർ പഞ്ചായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പൊഴുതന ഗ്രാമപഞ്ചായത്ത് ഒരു ലേണിംഗ് സെന്റർ പഞ്ചായത്താണ്. തൊഴിലുറപ്പ് മേഖലയിലാണ് ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത്. തൊഴിലുറപ്പ് തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി റോഡ് ടാറിംഗ് ചെയ്ത ഒരു പഞ്ചായത്താണ് പൊഴുതന പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ കാപ്പി നഴ്സറി തയ്യാറാക്കി സുഗന്ധഗിരി പോലെയുള്ള പ്രദേശങ്ങളിൽ കാപ്പി കൃഷി ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത്, ഇന്ത്യയിൽ ആദ്യമായി ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് പൊഴുതന പഞ്ചായത്താണ്. അത്തരത്തിൽ എന്താ പറയാ, അഭിമാനിക്കാവുന്ന തൊഴിലുറപ്പ് മേഖലയിൽ അഭിമാനിക്കാവുന്ന ഒട്ടേറെ നേട്ടങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന പഞ്ചായത്താണ്. തൊഴിലുറപ്പ് മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായ മഹാത്മാ പുരസ്കാരം ഒരുപാട് വർഷങ്ങളായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പൊഴുതന പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ലേണിംഗ് സെന്റർ പഞ്ചായത്താണ് പൊഴുതന പഞ്ചായത്ത്. കഴിഞ്ഞ വർഷങ്ങളിൽ മുൻവർഷങ്ങളിൽ ലേണിംഗ് സെന്റർ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത് സന്ദർശിക്കുകയും ഇവിടെ താമസിച്ച് ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു വരികയാണ്. തീർച്ചയായിട്ടും നിരവധി അഭിമാനകരമായിട്ടുള്ള വികസന പദ്ധതികളാണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്തിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത്? വെല്ലുവിളികൾ ഏകദേശം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നേരിടുന്ന അതേ വെല്ലുവിളികൾ തന്നെയാണ് പൊഴുതനയെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒരുപാട് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളുള്ള പഞ്ചായത്താണ്. സമയക്കുറവ് മൂലം അതിന്റെ എന്താ പറയാ പൂർണ്ണതയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു, ആ ഒരു സമയത്ത് 2018 മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും NQS നാഷണൽ ലെവലിലുള്ള ഒരു അംഗീകാരം നേടിയിട്ടുള്ള കുടുംബാരോഗ്യ കേന്ദ്രം പൊഴുതനയിലുണ്ട്.
ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഏകദേശം 90% നമുക്ക് നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ, മുഴുവൻ ജനങ്ങളുടെയും ഒത്തൊരുമയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും നാഷണൽ ലെവലിലുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചു, കുറിച്യർമല സ്കൂള് നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ വെറും 3 ദിവസം കൊണ്ട് ഒരു താൽക്കാലിക സ്കൂൾ സംവിധാനം ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് പല സമയങ്ങളിലും ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെ അഭാവം നമുക്ക് ദോഷകരമായി തന്നെ പദ്ധതികൾ സമയാസമയങ്ങളിൽ കൃത്യമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കൂടുതലും തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ കാര്യമായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് സ്ഥലപരിമിതി വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പഞ്ചായത്താണ് കൊഴുതന എന്ന് പറയുന്നത്. എസ്റ്റേറ്റിന്റെ ഭാഗത്താണ് കൂടുതൽ സ്ഥലങ്ങളും ഇരിക്കുന്നത്. നമുക്കൊരു കളിക്കളം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ എസ്റ്റേറ്റിന്റെ NOC ആവശ്യമായി വരും. പക്ഷെ ഈ NOC വെച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും ഗവൺമെന്റ് തലത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ തടസ്സം എന്ന നിലയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് അതാ സമയങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം തന്നെ മന്ത്രിസഭാ തലത്തിലൊക്കെ നമ്മൾ ഇടപെടുകയും അതിന്റെ ഭാഗമായി നമുക്ക് പ്രത്യേക പരിഗണനയും എന്താ പറയാ സഹായമൊക്കെ ലഭിക്കുന്നതിന്റെ തീർച്ചയായിട്ടും ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി വികസന പദ്ധതികൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സൂചിപ്പിച്ചല്ലോ, ആദിവാസി വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ SC/ST മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മുൻതൂക്കം നൽകണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളി മേഖലയിൽ സ്ഥലമില്ലാത്ത, അതായത് ഭൂരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഭവന പദ്ധതി പൂർണ്ണമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ശാശ്വത കുടിവെള്ള പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് തരിശ് ഇടങ്ങളുമുണ്ട്. തരിശ് രഹിത പഞ്ചായത്ത് ആയി മുന്നോട്ട് പോകണം. മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയെങ്കിലും ഹരിത ഗ്രാമം എന്ന നിലയിലേക്ക് പൂർണ്ണമായി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങളാണ് ഉള്ളത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വയനാട് ജില്ലയിലെ പൊഴുതന ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീമതി അനസ് റോസ്ന സ്റ്റെഫി. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തുകളുടെ വിശേഷങ്ങളുമായി കാണും വരെ നമസ്കാരം.